ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 11 അധ്യായത്തിൽ തമ്പുരാൻ അരുളി ചെയ്യുന്ന അത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഹെബ്രായർ 11:6 ഇങ്ങനെ ദൈവം അരുളി ചെയ്യുന്നു: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തും ലഭിക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണോ നമ്മുടേതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന മറ്റൊരു വചനം ഹെബ്രായർ 11:11: തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു എന്നാണ് അരുളി ചെയ്യുന്നത്. മാനുഷികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ തൻ്റെ പ്രായം ഒരു പുത്രനെ പ്രസവിക്കാൻ തക്ക വിധം ഉള്ളതല്ല എന്ന് സാറയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ദൈവപ്രവൃത്തി നിറവേറിയപ്പോഴാണ്, സാറ ദൃഢമായി വിശ്വസിച്ചപ്പോഴാണ്, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചപ്പോഴാണ് അതിനുള്ള ശക്തി പ്രാപിച്ചത്. ബൈബിളിൽ ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്: ചഞ്ചല മനസ്സോടുകൂടി നാം എന്തെങ്കിലും ചോദിച്ചാൽ ലഭിക്കുകയില്ല എന്ന്. ബൈബിളിൽ മറ്റൊരിടത്ത് ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്: നീ വിശ്വാസത്തോടുകൂടി ഈ മലയോട് കടപുഴകി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ മല ചാടിയിരിക്കും. എന്നാൽ സ്നേഹമുള്ളവരെ, നാം മലയോട് കൽപ്പിക്കാറുണ്ട്, എന്നാൽ വിശ്വാസത്തോടെയാണോ? നമ്മുടെ മനസ്സ് സംശയബുദ്ധിയോടുകൂടിയാണ് നാം പലപ്പോഴും പലതും ചെയ്യുന്നതും പറയുന്നതും പെരുമാറുന്നതും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥനയും വളരെ വിശ്വാസത്തോടു കൂടിയുള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.